വാർത്തകളിലേക്ക് വീണ്ടും. ഗസയിലെ വെടിനിർത്തൽ കരാർ അംഗീകരിച്ച് ഇസ്രയേൽ യുദ്ധകാര്യ മന്ത്രിസഭാ യോഗം. കരാറിന്റെ തുടർ നടപടികൾക്കായി സമ്പൂർണ്ണ മന്ത്രിസഭയുടെ വോട്ടെടുപ്പിന് വിട്ടു. വെടിനിർത്തൽ കരാറിലെ തടസ്സങ്ങൾ നീങ്ങിയതായി ഹമാസും സ്ഥിരീകരിച്ചിട്ടുണ്ട്. പി ജെയിംസ് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. പി ജെയിംസ്, ഈ കരാർ യാഥാർത്ഥ്യമായപ്പോഴും അതിൽ ചെറിയൊരു അനിശ്ചിതത്വവും ആശങ്കയും ഒക്കെ നിലനിൽക്കുന്ന സാഹചര്യം പിന്നീടുള്ള മണിക്കൂറുകളിലുണ്ടായിരുന്നു. അതിപ്പോൾ പൂർണ്ണമായി നീങ്ങി എന്ന് പറയാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. രാവിലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസ് അക്കാര്യത്തിലൊരു വ്യക്തത വരുത്തുകയും ചെയ്തിരുന്നു. പുതിയ വിവരങ്ങൾ എന്താണ് പി ജെയിംസ്? ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ ഇത് സംബന്ധിച്ച് ഒരു വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇസ്രായേലും ഹമാസും തമ്മിൽ ഒരു വെടിനിർത്തൽ കരാറിന് കഴിഞ്ഞ ദിവസം തീരുമാനമുണ്ടായി. പക്ഷേ ബന്ദികളെ വിളിക്കുന്ന വ്യക്തതയില്ലായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ തുടർന്ന് ഇന്ന് ചേർന്ന ഇസ്രായേലിന്റെ മന്ത്രിസഭാ യോഗം, യുദ്ധകാര്യ മന്ത്രിസഭാ യോഗം അതിന് അനുമതി കൊടുത്തിരിക്കുന്നു. ഇനി സമ്പൂർണ്ണ മന്ത്രിസഭാ യോഗം ചേരാനുണ്ട്. പക്ഷെ ഇത് ഏതാണ്ട് തീരുമാനിച്ചു എന്ന രീതിയിൽ തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. 34 ഇസ്രായേലി ബന്ദികളാണ് കഴിഞ്ഞ 15 മാസമായി ഹമാസിന്റെ പിടിയിലുള്ളത്. ഇതേ ചൊല്ലിയുള്ള യുദ്ധത്തിൽ ഏതാണ്ട് 46,900-ലധികം പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. ഇതേ തുടർന്നാണ് ഇപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും കഴിഞ്ഞ മണിക്കൂറുകളിലും ഇസ്രായേൽ വൻ ആക്രമണം നടത്തിയിരുന്നു. 80 പാലസ്തീൻ കൊല്ലപ്പെട്ടിരുന്നു. അതിൽ സ്ത്രീകളും കുട്ടികളുമാണ് അധികം. അപ്പൊ ഏതാണ്ട് 47,000-ന്റെ അടുത്ത് എത്തി നിൽക്കുമ്പോഴാണ് വെടിനിർത്തൽ കരാറിന് ഏതാണ്ട് സമ്പൂർണ്ണമായിട്ടുള്ള തീരുമാനമാവുന്നതും ഒപ്പം തന്നെ ഇസ്രായേലി ബന്ദികളെ വിട്ടയക്കാൻ തീരുമാനമാവുന്നതും. 250 പേരെയാണ് ഒക്ടോബർ 7, 2023 ബന്ദികളായി കൊണ്ടുപോയത്. അതിൽ 105 പേരെ പിന്നീട്. എന്തായാലും ആശ്വാസകരമായ വാർത്തയാണ്. പശ്ചിമേഷ്യയിൽ സമാധാനത്തിന് വഴിയൊരുങ്ങുന്ന സന്തോഷകരമായ വാർത്തയാണ്. പി ജെയിംസ് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. വെടിനിർത്തൽ കരാർ അംഗീകരിച്ചിരിക്കുന്നു ഇസ്രയേൽ യുദ്ധകാര്യ മന്ത്രിസഭാ യോഗം.